ഹായ് ഫ്രണ്ട്സ്, നോമ്പുകാലമൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെള്ളമാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഉലുവ, കടുക്, കായപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, കറിവേപ്പില, ഉപ്പ്, വിനാഗിരി. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഉലുവ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവയും കടുകും നന്നായി പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കുറച്ച് അധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമാങ്ങ അച്ചാറായതുകൊണ്ട് നമുക്ക് എരിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇച്ചാനും കുഞ്ഞാറ്റയ്ക്കും അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാച്ചാറാണെങ്കിലും നാരങ്ങാച്ചാറാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അച്ചാറുകൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പൊ മാങ്ങ അതിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടാ മാങ്ങ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ വിനാഗിരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഒരുപാട് വിനാഗിരിയുടെ ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ആ അച്ചാർ ഒന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ മാങ്ങ മിക്സ് ചെയ്ത് വെച്ചത് കൊണ്ട് മാങ്ങയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ആ ഉപ്പും പുളിയൊക്കെ കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് അതൊന്ന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ ഞാനൊന്ന് കൊടുത്തു നോക്കുവാണേ. ഇപ്പൊ കുഞ്ഞാറ്റ കഴിച്ചിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കി, ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പൊ ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുക. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ഓക്കെ, ബൈ.